وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدحن فيدحنون ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുസരിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. 68-ാം അധ്യായമായ സൂറത്തുൽ ഖലമിലാണ് നാം ഉള്ളത്. അതിൽ 6 ആയത്തുകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അല്ലാഹ് 7 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. വിശദീകരണങ്ങൾ ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ നൽകാം. ഇന്ന് 7 മുതൽ 16 വരെയുള്ള ആയത്തുകളിലെ പദങ്ങളുടെയും ആയത്തുകളുടെ സാരവുമാണ് നാം പഠിക്കുന്നത്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലി. ഇന്ന റബ്ബക, തീർച്ചയായും, റബ്ബക, നിന്റെ രക്ഷിതാവ്, ഹുവ, അവൻ, അഅലമു, ഏറ്റവും അറിയുന്നവനാണ്. അഅലമ്, ഏറ്റവും അറിയുന്നവൻ. ഹുവ അഅലം, അവൻ ഏറ്റവും അറിയുന്നവനാണ്. ബിമൻ, ഒരാളെ സംബന്ധിച്ച്, വല്ല, അവൻ വഴി പിഴച്ചിരിക്കുന്നു. അപ്പോ ബിമൻ വല്ല, വഴി പിഴച്ചവൻ ആര് എന്നത് ഏറ്റവും നന്നായി നിന്റെ റബ്ബിന് അറിയാം. എന്തിൽ നിന്ന് വഴി പിഴച്ചവൻ? അൻ സബീൽ, സബീല്, മാർഗം. അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. സബീല്, മാർഗം, ഹി, റബ്ബ്. അൻ സബീലിഹി, റബ്ബിൻ്റെ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിയവരെ കുറിച്ച് ഏറ്റവും അറിയുന്നത് നിന്റെ രക്ഷിതാവിനാണ്. വഹുവ, അവൻ, അഅലമു, ഏറ്റവും അറിയുന്നവനാണ്, ബിൽ മുഹ്തദീൻ, നേർമാർഗം സിദ്ധിച്ചവരെ പറ്റിയും. തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയവരെ പറ്റിയും സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും നല്ലവണ്ണം, നല്ല നിലക്ക് അറിയുന്നവനാണ് അല്ലാഹു. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂനാണെന്ന് പറഞ്ഞ്, ഭ്രാന്തനാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല വിഭ്രാന്തിയും ഉണ്ട് എന്ന് പറഞ്ഞു, ജിന്നബാധ ഏറ്റവനാണെന്ന് പറഞ്ഞു, അങ്ങനെ പലതരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴികേടിലാണ് എന്ന
പ്രചാരണം നടത്തി. അത്തരം ആളുകളോട് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു മറുപടി കൂടിയാണ് ഈ ആയത്ത്. നബിയെ, നിന്റെ റബ്ബിനറിയാം ആ നാഥന്റെ മാർഗത്തിൽ നിന്ന് ആരാണ് വഴിപിടച്ചു പോയവർ, ആരാണ് സന്മാർഗം പ്രാപിച്ചവർ. അതേറ്റവും അറിയുന്നത് നിന്റെ രക്ഷിതാവിന് തന്നെയാണ്. ഫലാ തുതിഉൽ മുകദ്ദിബീൻ. ഫലാ തുതിഉ, അനുസരിക്കരുത്, നീ അനുസരിക്കരുത്. ഫ, അപ്പോൾ, ആകയാൽ, ലാ തുതിഉ, നീ അനുസരിക്കരുത്. അൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവരെ, കളവാക്കുന്നവരെ നീ അനുസരിക്കരുത്. അതിനാൽ കളവാക്കുന്നവരെ നീ അനുസരിക്കരുത്. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവരെ, അള്ളാഹുവിന്റെ മതത്തിനെ കളിയാക്കുന്നവരെ, അള്ളാഹുവിനെ കളിയാക്കുന്നവരെ, വിശുദ്ധമായ ഇസ്ലാമിക ആദർശങ്ങളെ പരിഹസിക്കുന്നവരെ ഒരു നിലക്കും അനുസരിക്കാൻ പാടില്ല എന്ന ശക്തമായ താക്കീത് ദാഇമാരാകുന്ന, പ്രബോധകന്മാരാകുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ആയത്ത് കൂടിയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അള്ളാഹു പറഞ്ഞു, നീ ഒരിക്കലും മതത്തെ വ്യാജമാക്കുന്ന ആ ആളുകളെ ഒരിക്കലും അനുസരിക്കാൻ പാടില്ല. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദു, അവർ ആഗ്രഹിക്കുകയാണ്. ആര്? മക്കയിലെ മുശ്രിക്കുകൾ ആഗ്രഹിച്ചു. എന്ത്? വദ്ദു, അവർ ആഗ്രഹിച്ചു. ലൗ തുദ്ഹിനു, നീ ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, ദഅവത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാം നാഥന് മാത്രമേ അർപ്പിക്കാവൂ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഒരു ആരാധനയും സമർപ്പിക്കരുത് എന്ന വിഷയത്തിൽ ചെറിയ ഒരു മയപ്പെടുത്തൽ നീ നടത്തണം എന്നതാണ് അവരുടെ ആഗ്രഹം. വദ്ദു, അവർ ആഗ്രഹിക്കുന്നു. ലൗ തുദ്ഹിനു, നീ മയപ്പെടുത്തിയിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഫയുദ്ഹിനൂൻ, എന്നാൽ അവരും മയപ്പെടുത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സമൂഹത്തെയാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്? ഒരുപാട് ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചു കൊണ്ടിരുന്ന സമൂഹം. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ആ ബിംബങ്ങളോട്, ആ ആരാധ്യ പുരുഷന്മാരോട് അർപ്പിച്ചിരുന്ന ആളുകൾ. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞത്. അവർ ആരാധിക്കുന്ന ആ ആരാധ്യ പുരുഷന്മാരെ ഒന്നിനെയും ആക്ഷേപിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയരുത്. അവർ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സമൂഹമാണ്. അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തരുത്, അത് തെറ്റാണെന്ന് പറയരുത്. ഇങ്ങനെ ഒരു നയം, ഒരു ചെറിയ വിട്ടുവീഴ്ച, അവര് ആരാധിക്കുന്നതിന് അവരാരാധിക്കട്ടെ, അതിനെ ഒന്നും എതിർത്ത് പറയരുത്. അവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ മുഴുവനും ചെയ്യാൻ അവരെ അനുവദിക്കുക, അതൊന്നും തെറ്റാണ് എന്ന് പറയരുത്. അങ്ങനെ ഒരു നിലപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ആ സമൂഹം ആഗ്രഹിച്ചു. അങ്ങനെ നബി തങ്ങൾ ഒരു മയപ്പെടുത്തൽ നടത്തിയാൽ ഫയുദ്ഹിനൂൻ, അവരും മയപ്പെടുത്തും. അവർ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയില്ല, ഭ്രാന്തനാണെന്ന് പറയില്ല, അള്ളാഹുവിന്റെ റസൂലിനെ ആക്രമിക്കുകയില്ല, പട്ടിണിക്കിടുകയില്ല, ബഹിഷ്കരിക്കുകയില്ല, കല്ലെറിയുകയില്ല, കൂക്ക് വിളിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിൽ ചെറിയ ഒരു മയപ്പെടുത്തൽ നടത്തിയാൽ മതി, അവരും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുമായിരുന്നു. പക്ഷേ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ, മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ, മഹനീയമായ ഇസ്ലാമിക ആദർശം അവർക്ക് മുമ്പിൽ പണയം വെക്കാൻ പ്രിയപ്പെട്ട പ്രവാചകൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകരുത് എന്ന ഒരു മഹത്തായ പാഠം ഈ ആയത്തുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദ് അവന്റെ ഈ വാശി, ഈ ശക്തമായ നിലപാട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രമേ നേർച്ച കൊടുക്കാൻ പാടുള്ളൂ, അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ആ ഒരു ശക്തമായ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാതെ ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ
മുഹമ്മദിനെയും അവന്റെ അനുയായികളെയും അവരുടേതായിരിക്കുന്ന പാട്ടിന് ഞങ്ങൾ വിടാൻ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹ പ്രകടനം ഇസ്ലാമിലെ ശത്രുക്കൾ മുശ്രിക്കുകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ വിശുദ്ധമായ ഇസ്ലാമിക ആദർശത്തിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തയ്യാറായില്ല. പ്രബോധകരാകുന്ന ഞാനും നിങ്ങളും ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട മഹത്തായ ഒരു പാഠമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും വെച്ചു നീട്ടുമ്പോ, അതല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മഹനീയമായ ലാ ഇലാഹ ഇല്ലല്ലയിൽ വെള്ളം ചേർക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. ഒരു അയകൊയമ്പൻ സമീപനം ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ ഉണ്ടാകരുത്. കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി, അയൽപക്കത്തിലുള്ള ആളുകൾക്ക് വേണ്ടി, നാട്ടിലുള്ള ആളുകളുടെ സ്വാധീനങ്ങൾ പിടിച്ചു പറ്റാൻ, അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ, കച്ചവടത്തിൽ ലാഭം കിട്ടാൻ, മറ്റുള്ള ആളുകൾ നമ്മുടെ കടകളിലേക്ക് വരാൻ, നമുക്ക് ജോലി ലഭ്യമാകുവാൻ, സാമ്പത്തികമായ കാര്യലാഭത്തിന് വേണ്ടി നമ്മുടെ ആദർശം തുറന്നു പറയാനുള്ള ചങ്കൂറ്റം നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ ഞാൻ എന്ന് ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം. അതിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായ ഒരു പാഠം ലാ ഇലാഹ ഇല്ലല്ലയുടെ വാക്താക്കളായ തൗഹീദിന്റെ ആളുകളാകുന്ന നമുക്ക് ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുകയാണ്. തുടർന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഫലാ തുതിഉൽ മുകദ്ദിബീന, വ്യാജമാക്കുന്ന ആളുകളെ ഒരിക്കലും നീ അനുസരിക്കാൻ പാടില്ല. സത്യത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകരുത്. അവിടെ നിനക്കെന്ത് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും, എത്ര നീ പട്ടിണി കിടക്കേണ്ടി വന്നാലും, ജോലിയില്ലാതെ വേദനിക്കേണ്ടി വന്നാലും, നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും കുത്തുവാക്കുകളും എല്ലാവരിൽ നിന്നും ഏൽക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ല മുറുകെ പിടിക്കണം. അവിടെ ഒരു അയകുഴമ്പൻ സമീപനം നീ സ്വീകരിക്കാൻ പാടില്ല എന്ന മഹത്തായ സന്ദേശം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് 10 മുതലുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾ, വഴിപിഴച്ചു പോയ ആളുകൾ, അത്തരം ആളുകളുടെ ചില ദുസ്വഭാവങ്ങളെ കുറിച്ചും ഈ ദുസ്വഭാവങ്ങൾ ഉള്ള ആളുകളെ ഒരിക്കലും അവർക്ക് വഴങ്ങരുതെന്നും അവരെ അംഗീകരിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണത്? ആ ദുസ്വഭാവങ്ങൾ വലാ തുതിഉ, നീ അനുസരിക്കരുത് കുല്ല ഹല്ലാഫിൻ മഹീൻ, കുല്ല ഹല്ലാഫിൻ, അധികമായി സത്യം ചെയ്യുന്ന ഒരാളെയും അധികമായി സത്യം ചെയ്യുന്നവരെ നീ അനുസരിക്കരുത്. മഹീൻ, നിന്ദ്യനായ ഒരാളെയും നീ അനുസരിക്കരുത്. അപ്പൊ ഏതൊക്കെ ദുസ്വഭാവങ്ങൾ? കുല്ല ഹല്ലാഫ്, അധികമായി സത്യം ചെയ്യുന്നവർ, അതേ പ്രകാരം നിന്ദ്യനായവർ, അവരെ അനുസരിക്കാൻ പാടില്ല. ദുസ്വഭാവമാണത്. മറ്റു ദുസ്വഭാവം 11-ാമത്തെ ആയത്ത്, ഹമ്മാസിൻ മശാഇൻ ബിനമീം, ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവനെയും അനുസരിക്കരുത്. അതുപോലെ ബിനമീം, ഏഷണിയുമായി നടക്കുന്നവനെയും അനുസരിക്കരുത്. ഹമ്മാസ് കുത്തുവാക്ക് പറയുന്നവൻ, മശാ ബിനമീം, ഏഷണി, മശാഇൻ ബിനമീം, ഏഷണിയുമായി നടക്കുന്നവൻ, മശാഇൻ ബിനമീം, നിമീമത്തുമായി ഏഷണിയുമായി നടക്കുന്നവനും. പിന്നെ 12-ാമത്തെ ആയത്ത്, അപ്പൊ കുത്തുവാക്ക് പറയുന്നവൻ, ഏഷണിയുമായി നടക്കുന്നവൻ, അധികം സത്യം ചെയ്യുന്നവൻ, നിന്ദ്യനായ ഒരാൾ, ഇത്തരം ആളുകളെ അനുസരിക്കാൻ പാടില്ല. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, മന്നാഇൻ ലിൽ ഖൈർ, മന്നാ, തടയുന്നവൻ എന്തിനെ? ലിൽ ഖൈർ, നന്മകളെ തടയുന്നവന്. എന്ത് നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും ആ നല്ല കാര്യത്തിന് മുഴുവനും മുടക്കം വെക്കുന്ന ആളുകൾ. ഒരു 10 ഉറുപ്പിക ഒരാൾക്ക് കൊടുക്കാൻ പോകുമ്പോൾ അത് കൊടുക്കണ്ട, അത് കൊടുത്തേണ്ട, വലിയ പ്രശ്നമാണ്. അങ്ങനെ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾക്ക് മുഴുവനും മുടക്കം നിൽക്കുന്ന, തടസ്സം നിൽക്കുന്ന ആളുകൾ, അത്തരം ആളുകളെയും അനുസരിക്കാൻ പാടില്ല. അതൊരു വലിയ ദുസ്വഭാവമാണ്. മന്നാ ഇൽ ഖൈർ, എല്ലാ നല്ല കാര്യത്തിനും തടസ്സം നിൽക്കുക. അതുപോലെ മുഅ്തദിൻ, അതിരുവിട്ട് കടന്നവൻ, അസീം, മഹാപാപി,
അക്രമിയായ ആള്, അതേപോലെ മഹാപാപിയായ ആള്, അവനെയും അനുസരിക്കാൻ പാടില്ല. അതിക്രമവും മഹാപാപവും. ഉതുല്ലിൻ ബഅദ ദാലിക സനീം. ഉതുല്ല് ദുഷ്ടനായ ആള്, ബഅദ ദാലിക അതിന് പുറമെ, ദുഷ്ടൻ, ക്രൂരൻ, സനീം കുപ്രസിദ്ധി നേടിയവൻ, ജാരസന്ധാനം. ഉതുല്ലിൻ ബഅദ ദാലിക സനീം അതിന് പുറമെ ക്രൂരനും ദുഷ്ടനും ദുഷ്കീർത്തി നേടിയവനും, അഥവാ ശരിയായ പിതാവ് ഇല്ലാതെ വ്യഭിചാരത്തിലൂടെ ജനിച്ച സന്താനം, അവനെയും നീ അനുസരിക്കരുത്. അൻകാന ദാ മാലിൻ വബനീൻ. അൻകാന അവൻ ആയതിനാൽ, ദാ മാലിൻ ധനം ഉള്ളവൻ ആയതിനാൽ, മാല് ധനം, ദാ മാൽ ധനമുള്ളവൻ, വബനീൻ ബനീൻ ഇബിന് സന്താനം, ബനീൻ സന്താനങ്ങൾ, മക്കൾ. അൻകാന ദാ മാലിൻ വബനീൻ അവൻ സ്വത്തും മക്കളും ഉള്ളവൻ ആയതിനാൽ അത്തരം ആളുകളെ നീ അനുസരിക്കാൻ പാടില്ല. മാല് സമ്പത്ത്, ബനീന് സന്താനങ്ങൾ. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. ഇദാ തുത്ലാ ഓതപ്പെട്ടാൽ, അലൈഹി അവന്, ആയാതുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഇദാ തുത്ലാ അലൈഹി ആയാതുന അവന് നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖാല അവൻ പറയും, അസാതീറുൽ അവ്വലീൻ ഇതെല്ലാം പൂർവീകന്മാരുടെ പഴങ്കഥകളാകുന്നു, പുരാണങ്ങളാകുന്നു എന്നവൻ പറയും. ഇദാ തുത്ലാ ഓതപ്പെട്ടാൽ, അലൈഹി അവന്റെ മേൽ, ആയാതുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതപ്പെട്ടാൽ, ഖാല അവൻ പറയും, അസാതീർ ഇതൊക്കെ പഴങ്കഥകളാണ്, അൽ അവ്വലീന പൂർവീകരാകുന്ന കഴിഞ്ഞു പോയ ആളുകളുടെ പഴങ്കഥകളാണ്, പുരാണങ്ങളാണ് ഇതെല്ലാം എന്ന് അവർ പറയും. സനസിമുഹു അലൽ ഖുർതൂം. സനസിമുഹു പിന്നീട് നാം അവന് അടയാളം വെക്കും. സനസിമുഹു പിന്നീട്, സനസിമുഹു അവന്, നാം അവന് അടയാളം വെക്കും. ശേഷം, നാം, സനസിമുഹു ശേഷം നാം അവന് അടയാളം വെക്കും. അലൽ ഖുർതൂം. ഖുർതൂം തുമ്പിക്കൈ എന്നതിനർത്ഥം, പദത്തിന്റെ അർത്ഥം. അലൽ ഖുർതൂം തുമ്പിക്കൈയിന് അഥവാ മൂക്കിന്. അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് നാം അടയാളം വെച്ചേക്കും. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് അവസാന ആയത്തുകളുടെ ചെറിയ വിശദീകരണം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് നൽകാം. അള്ളാഹു പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം സ്വഭാവങ്ങളിൽ നിന്ന്, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.